ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഡിസംബർ 6 പശ്ചാത്തലത്തിലും ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. ആഴിക്ക് ചുറ്റും വടം കെട്ടി സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ശക്തമാക്കി. എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമല സന്നിധാനത്തെയും സുരക്ഷ ശക്തമാക്കിയത്. ആഴിക്ക് ചുറ്റും വടം കെട്ടി അയ്യപ്പ ഭക്തരെ ആഴിയിലേക്ക് തേങ്ങ നിക്ഷേപിക്കുന്നതിൽ നിന്നും വിലക്കിയതിനു ശേഷം കനത്ത പോലീസ് സംരക്ഷണവും ഏർപ്പാടാക്കി. ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സന്നിധാനത്ത് വേണ്ട സുരക്ഷ കർശനമാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമലയിൽ കൂടുതലായും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ ഒരു കർശന നിർദ്ദേശം പോലീസിന് നൽകിയതും. അതേസമയം ജയലളിതയുടെ ആരോഗ്യനിലയിൽ വലിയ സങ്കടം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ രേഖപ്പെടുത്തിയത്. அதனால அம்மா சீக்கிரம் குணமடைந்து தமிழகத்தில் நிரந்தர முதலமைச்சர் ஆகணும். அதான் எங்கள் ஆசை. அம்மா இன்னும் 100 வருஷம் நல்லா இருக்கணும். அதுக்கு என்னோட வயசு சேர்த்து நான் அம்மாவுக்கு தரேன். அதெல்லாம் ஐயப்பன்ட்டு நான் வேண்டிக்க நான் வந்தேன். ഡിസംബർ 6 ബാബറി ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കമാൻഡോസിന്റെ പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്തെത്തുകയും അവർ ശബരി വനങ്ങളിൽ 3 ദിവസത്തേക്ക് പരിശോധന നടത്തുകയും ചെയ്യും. പോലീസ്, വനം വകുപ്പ്, ബോംബ് സ്ക്വാഡ് എന്നിവരുടെ 5 സംഘങ്ങൾ വനത്തിനുള്ളിൽ നേരത്തെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. അങ്ങനെയുള്ള പരിശോധനയിലായിരുന്നു കഴിഞ്ഞ ദിവസം 360 കിലോ വെടിമരുന്ന് പിടികൂടിയത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.